അച്ഛാ, അമ്മേ, നിങ്ങളുടെ മകൾ നന്നായി പഠിച്ച് ഡോക്ടറാവും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ ഇനി ഒരിക്കൽ കൂടെ നീറ്റ് എക്സാം എഴുതാനുള്ള ധൈര്യം എനിക്കില്ല. നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ ഒരു അനിയത്തി നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് ക്യാൻസൽ ചെയ്തപ്പോൾ സൂയിസൈഡ് ചെയ്തതിന് മുമ്പ് എഴുതിയ കുറിപ്പുകളാണിത്. ഈ തല്ലിച്ചതയ്ക്കുന്ന രാജ്യദ്രോഹികളെയോ തീവ്രവാദികളെയല്ല, നമ്മുടെ യൂത്തിനെയാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന ജെൻസി എന്ന് പറയുന്ന ഒരു കൂട്ടം പച്ചയായ മനുഷ്യരെ. അല്ല, എന്തിനാണ് ഈ തല്ലിച്ചതയ്ക്കുന്നതെന്ന് ആരെങ്കിലും അന്വേഷിച്ചോ? ആരെങ്കിലും അറിയാൻ ശ്രമിക്കുന്നുണ്ടോ? നീറ്റ് പേപ്പറിന്റെ റിസൾട്ട് ക്യാൻസൽ ചെയ്തതും നീറ്റ് പേപ്പർ ചോർന്നതും അതുപോലെ തന്നെ ഒരുപാട് എക്സാംസിന്റെ പേപ്പർ ചോർന്നതും അങ്ങനെ ഒരുപാട് അലിഗേഷൻസ് എഡ്യൂക്കേഷന്റെ ഭാഗമായി വന്നിട്ടും ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ തന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വായടച്ചും ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ ഗവൺമെന്റിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ഗെയിം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം. പിന്നെ സോനം വാങ്ചുക് എന്ന് പറയുന്ന മനുഷ്യൻ നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നത് അതും ഇതിനു വേണ്ടി തന്നെയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് തിരിഞ്ഞു നോക്കാതെ നടക്കുന്നുണ്ട്. വൈറലായിരിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റികൾ ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ഉരിയാടാതെ ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊന്നും എന്തുകൊണ്ട് ഇതിന് പറ്റുന്നില്ല? അവരെന്തുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല? ഇവരെ റോട്ടി കിടന്ന് അടികൊള്ളത് അവർക്ക് വേണ്ടിയിട്ടല്ല, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടല്ല, നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്, അനിയനും അനിയത്തിമാർക്കും വേണ്ടിയിട്ടാണ്. എന്നിട്ടും ഇതുപോലും മനസ്സിലാക്കാതെ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ റീൽസും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം. എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ആളുകൾ അടികൊള്ളുന്നുണ്ട് എന്നല്ലാതെ ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. കേരളത്തിൽ നിന്നടക്കം ഒരുപാട് ആളുകൾ അവിടെ പോയി അതിനെ അനുകൂലിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് വേണ്ടിയിട്ടല്ല, നാളത്തെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇത് ചെയ്യണമെന്ന് അവർക്ക് അറിയാം. വളർന്നു വരുന്ന നമ്മൾ വിദ്യാർത്ഥികളല്ലാതെ ഇതിനെക്കുറിച്ച് ആരാണ് സംസാരിക്കുക? ഇതിനെക്കുറിച്ച് വേറെ ആര് സംസാരിക്കും? നമ്മൾ സംസാരിക്കണം. നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി നമ്മൾ സംസാരിക്കണം. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. അവിടെ പോയിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. ഞാൻ അടക്കമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഡൽഹിയിൽ എത്താനെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഡൽഹി പോയി പ്രൊട്ടസ്റ്റ് ചെയ്യണമെന്നല്ല, അങ്ങ് ഡൽഹിയിൽ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇത് അറിയുന്നുണ്ട്, അതും മെയിൻ സ്ട്രീമിൽ മാത്രം. നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഒരുപാട് ആൾക്കാർ ഇനി ഇതിനെക്കുറിച്ച് അറിയാനുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുണ്ട്. പറഞ്ഞു കൊടുക്കുക എന്താണ് ഇവിടെ നടക്കുന്നത്, അവരെ അറിയിക്കുക, വീട്ടിലാണെങ്കിലും പറയുക. നാളെ നമ്മുടെ സഹോദരിക്കോ സഹോദരനോ നമ്മുടെ മക്കൾക്കോ ഈ ഒരു സിറ്റുവേഷൻ വരാണ്ടിരിക്കാൻ അവരുടെ കൂടെ നിൽക്കുക. സപ്പോർട്ട് ദം ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ.